ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീൽ മൊറോക്കോയോട് സമനില വഴങ്ങിക്കൊണ്ടാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയറുടെ ഒരു കിടിലൻ ഗോൾ പിറന്ന ഒരു മത്സരമായിരുന്നു ഇത്. പക്ഷേ ബ്രസീലിന്റെ പ്രകടനത്തിൽ ആരാധകർ ഹാപ്പിയല്ല, സംതൃപ്തരല്ല. താരങ്ങളും ഇപ്പോൾ ഹാപ്പിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് മത്സരത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ പല ബ്രസീലിയൻ താരങ്ങളും ഒരല്പം ദേഷ്യത്തോടു കൂടിയാണ് സംസാരിച്ചിട്ടുള്ളത്. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം അത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. അതായത് ഒരു ജേർണലിസ്റ്റ് വിനീഷ്യസ് ജൂനിയറോട് പറഞ്ഞത്, ഞാൻ വെനസ്വേലയിൽ നിന്നുള്ള ഒരു ജേർണലിസ്റ്റ് ആണ്, എനിക്ക് സ്പാനിഷ് ആണ് അറിയുക, എന്നോട് സ്പാനിഷിൽ സംസാരിക്കാമോ എന്നായിരുന്നു മത്സരശേഷം ചോദിച്ചിരുന്നത്. എന്നാൽ അതിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മറുപടിയാണ് വിനീഷ്യസ് ജൂനിയർ നൽകിയിട്ടുള്ളത്. ഞാൻ ബ്രസീലിൽ നിന്നുള്ള വ്യക്തിയാണ്, ഞാൻ പോർച്ചുഗീസിലാണ് സംസാരിക്കുക എന്നാണ് വിനി ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു താരം മാത്യൂസ് കുഞ്ഞയാണ്. അതായത് മത്സരശേഷം കുഞ്ഞയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത് ബ്രസീൽ എത്ര ദൂരം മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എന്നാൽ കുഞ്ഞയ്ക്ക് ആ ഒരു ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. എനിക്കറിയില്ല, ഞാൻ കണക്ക് കൂട്ടുന്നതിൽ വിദഗ്ധനൊന്നുമല്ല, അതെന്റെ പണിയല്ല എന്നാണ് മാത്യൂസ് കുഞ്ഞ മറുപടി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പിന്നീട് അദ്ദേഹം പോവുകയും ചെയ്തു. ഇനി ആലിസൺ ബക്കറും വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് ബ്രസീൽ വഴങ്ങിയ ഗോളിനെ കുറിച്ച്, മൊറോക്കോ നേടിയ ഗോളിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. ആ ഗോളിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ, അത് ഒരു നോർമൽ പ്ലേ ആയിരുന്നുവോ എന്നായിരുന്നു ചോദ്യം. എന്നാൽ ടീമിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും പരാജയപ്പെട്ടു, ടീം ഒന്നടങ്കം പരാജയപ്പെട്ടു, കുളം തോണ്ടി എന്നാണ് ആലിസൺ ബക്കർ ദേഷ്യത്തോടു കൂടി സംസാരിച്ചത്. അദ്ദേഹവും പിന്നീട് അവിടെ നിന്നും പോയി എന്നുള്ളതാണ്. അങ്ങനെ താരങ്ങളെല്ലാവരും തങ്ങളുടെ ഒരു അസംതൃപ്തി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ടീമിന്റെ പ്രകടനത്തിൽ എല്ലാവരും അസംതൃപ്തരാണ്. ടീം നല്ല രൂപത്തിൽ കളിച്ചില്ല എന്നുള്ള വസ്തുത താരങ്ങൾ തന്നെ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും അടുത്ത മത്സരത്തിൽ ഹെയ്ത്തിയാണ് ബ്രസീലിന്റെ എതിരാളികൾ. ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനോട് പരാജയപ്പെട്ട ടീമാണ് ഹെയ്ത്തി. ആ മത്സരത്തിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വിജയം നിർബന്ധമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.